വെൽക്കം ബാക്ക്. ഹൗ ടു സെലക്ട് എ മ്യൂച്വൽ ഫണ്ട് എന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ പാർട്ട് 5ലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെറ്റ് ഫണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഡെറ്റ് ഫണ്ട്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, എപ്പോഴാണ് നമ്മൾ ഡെറ്റ് ഫണ്ട്സ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഡെറ്റ് ഫണ്ടിൽ ഏറ്റവും സേഫസ്റ്റ് ഫണ്ടായ ഏതാണ് ഓവർനൈറ്റ് ഫണ്ട്, അതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 തൊട്ട് കാണണം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഒക്കെ ഉള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വിഷയത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറ്റ് ഫണ്ടിന് ഇക്വിറ്റി ഫണ്ടിനേക്കാളും റിസ്ക് കുറവാണ്. കാരണം എന്താണ്? ബോൺസിന് ഷെയർസിനേക്കാളും റിസ്ക് കുറവാണ്. ഡെറ്റ് ഫണ്ട്സിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ്? ബോൺസിൽ. ഇക്വിറ്റി ഫണ്ട്സിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ്? ഷെയർസിൽ. ബോൺസിന് ഷെയറിനേക്കാളും റിസ്ക് കുറവാണ്. എന്തുകൊണ്ടായിരിക്കും? ഒരു കോമൺ മാൻ്റെ ആംഗിൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങി. ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സിന് കുറച്ച് പേര് പൈസ തന്നിട്ട് പാർട്ട്ണർ ആയിട്ടുണ്ട്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ വന്നേ, ഷെയർ മാർക്കറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഇതേപോലെ പൈസ കൊടുത്ത് പാർഷ്യൽ ഓണേഴ്സ് ആയ ആൾക്കാരല്ലേ? നിങ്ങളൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്? ആ കമ്പനീൻ്റെ പാർഷ്യൽ ഓണറാണ്. ഓണർ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ഷെയർ മാർക്കറ്റിലെ ഷെയർ ഹോൾഡേഴ്സ് ആ കമ്പനീൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ കമ്പനി നന്നായി പെർഫോം ചെയ്തു, നല്ല ലാഭം ഉണ്ടാക്കി, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് നല്ലത്? ഷെയർ ഹോൾഡേഴ്സിനാണ് നല്ലത് അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺസ് കിട്ടും. ഇനി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാം. നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ആൾക്കാർ പൈസ ഒന്ന് സഹായിച്ചിട്ടുണ്ട്, അവർ നിങ്ങളുടെ കമ്പനീൻ്റെ പാർഷ്യൽ ഓണറാണ്. ഓക്കെ, ഇനി കുറച്ച് പേര് കടം തന്നിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കടം വാങ്ങിയവർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്? ഒരു പലിശ കൊടുക്കണം. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ് പൊട്ടിപ്പോയി, അപ്പോൾ നിങ്ങൾ ആരുടെ ബാധ്യതയാണ് ആദ്യം തീർക്കുക? ഓണേഴ്സിൻ്റെ ബാധ്യതയാണോ അതോ ഈ കടം വാങ്ങിയ ആൾക്കാരുടെ ബാധ്യതയാണോ? തീർച്ചയായിട്ടും നിങ്ങൾ കടം വാങ്ങിയ ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും അല്ലേ? അല്ലാണ്ട് നിങ്ങൾ ഓണേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ പൈസയാണോ ആദ്യം സെറ്റിൽ ചെയ്യുക? ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മിച്ചം കിട്ടിയാൽ അവർക്ക് കൊടുക്കും, അത്രേ ഇല്ലൂ അല്ലേ? അത് തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഒരു കമ്പനീൻ്റെ ബോണ്ട് വാങ്ങുമ്പോൾ അവർ കടം തരികയാണ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ കമ്പനി ആദ്യം ആരുടെ ബാധ്യതയാണ് തീർക്കുക? ഈ കടം വാങ്ങിയ ആൾക്കാരുടെ അല്ലെങ്കിൽ ബോൺസ് വാങ്ങിയ ആൾക്കാരുടെ ബാധ്യതയാണ് തീർത്തു കൊടുക്കുക. എന്നിട്ട് മാത്രമേ ഷെയർ ഹോൾഡേഴ്സിലേക്ക് തിരിയുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ബോൺസിന് ഷെയർസിനേക്കാളും റിസ്ക് കുറവ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ഇനി ഏതൊക്കെ ഫണ്ട്സാണ് നമ്മൾ പഠിക്കാനുള്ളത്? ലിസ്റ്റ് പോരട്ടെ. ഓക്കെ, 9 ഫണ്ട്സ് ഉണ്ട് അല്ലേ? അതിൽ ഓവർനൈറ്റ് ഫണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഈ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിലാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്തത്? ബേസ്ഡ് ഓൺ മെച്യൂരിറ്റി പീരീഡ് ഓഫ് അണ്ടർലൈൻ സെക്യൂരിറ്റീസ് അല്ലേ? ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ മെച്യൂരിറ്റി പീരീഡ് വെച്ചിട്ടാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ രണ്ടാമത്തെ കോളം നോക്കിയാട്ടെ. ആദ്യം നമ്മൾ ഓവർനൈറ്റ് ഫണ്ട് നോക്കി. ഓവർനൈറ്റ് ഫണ്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ദിവസം കൊണ്ട് മെച്യൂരിറ്റി പീരീഡ് തീരുന്ന സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓവർനൈറ്റ് ഫണ്ട് എന്ന് പറയും. രണ്ടാമത്തെ എന്താ? ലിക്വിഡ് ഫണ്ട്. 1 മുതൽ 99 ദിവസം വരെ അല്ലേ? 1 മുതൽ 99 ദിവസം വരെയുള്ള മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസിൽ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലിക്വിഡ് ഫണ്ടായി. ഇനി നെക്സ്റ്റ് 3 to 6 months എന്തായിരിക്കും? ഞാൻ തന്നെ പറയണോ? സംഭവം മനസ്സിലായില്ലേ? 3 മുതൽ 6 മാസം വരെ സെക്യൂരിറ്റി പീരീഡുള്ള 3 മുതൽ 6 മാസം വരെയുള്ള മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടായി. 6 to 12 months എന്ന് പറയുമ്പോൾ 6 മാസം മുതൽ 12 മാസം വരെ മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ് ടു 1 year എന്ന് പറയുമ്പോൾ 1 year വരെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ കാലാവധി എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത്? 1 വർഷം വരെ അല്ലേ? 1 വർഷത്തിനുള്ളിൽ മെച്യൂരിറ്റി പീരീഡ് തീരുന്നതാണ് മിക്ക മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസും. അപ്പോൾ അപ് ടു 1 year മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഫണ്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 to 3 years. ഓക്കെ, മനസ്സിലായല്ലോ? 3 വർഷം വരെ മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി 3 മുതൽ 4 വർഷം വരെ മെച്യൂരിറ്റി പീരീഡ് ഉള്ളത് മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്. 4 to 7 years മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മീഡിയം ടു ലോങ് ഡ്യൂറേഷൻ ഫണ്ട്. ആൻഡ് മോർ ദാൻ 7 years മെച്യൂരിറ്റി പീരീഡ് ഉള്ളതാണെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഫണ്ട്. ഇനി നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഓക്കെ, നിങ്ങൾ ഏത് ഡെറ്റ് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴും അതിന് എക്സിറ്റ് ലോഡ് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കേണ്ട ഒരു ഫണ്ടല്ല. കാരണം ഡെറ്റ് ഫണ്ട് ബേസിക്കലി വെൽത്ത് ക്രിയേഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫണ്ടല്ല. നമ്മളുടെ പണം നമ്മൾക്ക് സേഫായിട്ട് എവിടെയെങ്കിലും കുറച്ച് കാലം ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ഫണ്ട് യൂസ് ചെയ്യാം. അതായത് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നമ്മുടെ പണം ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം നമ്മൾക്ക് ഒരു ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു മെച്യൂരിറ്റി പീരീഡ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഓവർനൈറ്റ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും നമ്മുടെ പണം സൂക്ഷിക്കണം. അതായത് അതിനൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാവരുത്. നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്ക് ഇവിടെ റിട്ടേൺസിനെക്കാളും നമ്മൾ ആ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമുക്ക് കുറച്ച് കാലത്തേക്ക് നമ്മുടെ പണം കുറച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റണം. ആൻഡ് സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും കുറച്ചധികം കിട്ടിയാൽ നല്ലത് അല്ലേ? ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഓവർനൈറ്റ് ഫണ്ട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓവർനൈറ്റ് ഫണ്ടിന് ഒരു എക്സിറ്റ് ലോഡും ഇല്ല. ഓക്കെ, ഇനി ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു മാസം തൊട്ട് ഒരു 3 മാസം വരെ നമ്മൾക്ക് എവിടെയെങ്കിലും ഒന്ന് പണം
നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിന്റെ മെച്യൂരിറ്റി പീരീഡ് തീരല് 1 മുതൽ 99 ദിവസം വരെ ഉള്ള ഒരു കാലാവധിയാണ് അല്ലേ. അപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 3 മാസം വരെ നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 1 മുതൽ 6 ദിവസം വരെ ഒരു എക്സിറ്റ് ലോഡ് ഉണ്ട്. അതായത് നിങ്ങൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5-ാമത്തെ ദിവസം നിങ്ങൾ പണം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് പണം ഒരു ഫണ്ടിലോട്ട് മാറ്റി വെക്കണം. 3 ദിവസത്തിനുള്ളിൽ നിങ്ങളത് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്, ഓവർനൈറ്റ് ഫണ്ട് ഉണ്ട്, ലിക്വിഡ് ഫണ്ട് ഉണ്ട്. നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർനൈറ്റ് ഫണ്ട് സെലക്ട് ചെയ്യും. കാരണം ലിക്വിഡ് ഫണ്ടിൽ 6 ദിവസത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എക്സിറ്റ് ലോഡ് വരും അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ 3 ദിവസത്തിനുള്ളിൽ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സിറ്റ് ലോഡ് വരും. ഓക്കെ, ഇനി അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഒരു 6 മാസം വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോജിക്കലി നമുക്ക് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി 6 മുതൽ 12 മാസം വരെ കാലാവധിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പണം നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഡ്യൂറേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അപ് ടു 1 ഇയർ, അതായത് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല നിങ്ങൾ എപ്പോഴാണ് എടുക്കുന്നത്, 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പണം തിരിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മണി മാർക്കറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി 1 വർഷം മുതൽ ഒരു 3 വർഷം വരെ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടിൽ 6 മാസത്തേക്ക് ഒരു എക്സിറ്റ് ലോഡ് ഉണ്ടാവും. ഓക്കെ, 6 മാസത്തിനുള്ളിൽ നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡെഫിനറ്റ്ലി 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡെറ്റ് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സിറ്റ് ലോഡ് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് 3 മുതൽ 4 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മീഡിയം ഡ്യൂറേഷൻ ഫണ്ട് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തന്നെ ബാക്കി രണ്ടും പറയാലോ. നിങ്ങളുടെ ടൈം ഹോറിസൺ 4 to 7 ഇയേഴ്സ് ആണെങ്കിൽ മീഡിയം ടു ലോങ് ഡ്യൂറേഷൻ, മോർ ദാൻ 7 ഇയേഴ്സ് ആണെങ്കിൽ ലോങ് ഡ്യൂറേഷൻ. അപ്പോൾ ഇതാണ് ലോജിക്കലി നമുക്ക് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലാസ്റ്റ് പറഞ്ഞ 3 അതായത് കുറച്ചധികം 3 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 3 വർഷത്തിൽ കൂടുതൽ നിങ്ങളൊരു ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നിങ്ങളൊരു ഇക്വിറ്റി ഫണ്ടിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം ഡെറ്റ് ഫണ്ട് വെൽത്ത് ക്രിയേഷനുള്ള ഒരു ഫണ്ടല്ല. നിങ്ങളിപ്പോൾ ഒരു 4-5 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇക്വിറ്റി ഫണ്ടോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഹൈബ്രിഡ് ഫണ്ടോ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് ഡെറ്റ് ഫണ്ടിനേക്കാളും. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് റിസ്ക് എടുക്കാനേ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു സമാധാന പ്രിയനാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. പക്ഷേ ഒരു 20s 30s നിൽക്കുന്ന ഒരാൾ 5 വർഷത്തിൽ കൂടുതൽ ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പഠിക്കേണ്ടത്. നമ്മളുടെ ഗോൾസിനനുസരിച്ച് നമ്മളുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നമ്മൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഫണ്ട്സൊക്കെ ഞാൻ വാല്യൂ റിസർച്ചിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് വാല്യൂ റിസർച്ചിൻ്റെ സൈറ്റിൽ പോകാം. ഓക്കെ, വാല്യൂ റിസർച്ച്. എന്നിട്ട് ഇവിടെ എവിടെയാണ് നമ്മൾ ആദ്യം പോകേണ്ടത്? ഫണ്ട് സെലക്ടർ അല്ലേ, ഏറ്റവും ലാസ്റ്റ് ഫണ്ട് സെലക്ടർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഡെറ്റ് ഫണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതാണ് ചെക്ക് ചെയ്യുക. ഡെറ്റ് ഫണ്ട്സ് ഓപ്പൺ ചെയ്യാം. ഡെറ്റ് ഫണ്ട്സിൽ ഞാൻ ഇപ്പം ഓവർനൈറ്റ് ഫണ്ട് ക്ലിക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഓവർനൈറ്റ് ഫണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 3 സ്റ്റാർ വരെയുള്ളത് നോക്കാം. ഓക്കെ, എന്നിട്ട് അപ്ഡേറ്റ് ഫണ്ട് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഓവർനൈറ്റ് ഫണ്ട്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, 1 ഇയർ റിട്ടേൺ, മാക്സിമം റിട്ടേൺ എത്രയോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡറിലും ഡിക്രീസിങ് ഓർഡറിലും നിങ്ങൾക്ക് റിട്ടേൺസ് കാണാൻ സാധിക്കും. ഇത് 1 ഇയർ റിട്ടേൺ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു ഇവിടെ മാക്സിമം റിട്ടേൺസ് എത്രയാണ് കിട്ടിയത്? 3.59 ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാടൊന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യരുത്. എസ്പെഷ്യലി ഓവർനൈറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സേഫ് ആണ്, അതുകൊണ്ട് തന്നെ റിട്ടേൺസ് വളരെ കുറവായിരിക്കും. സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചധികം കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവർ എന്തൊക്കെയോ ഇവിടെ എഴുതി കാണിക്കും. അതൊന്ന് വായിച്ചു നോക്കുക. കണ്ടോ, ഓവർനൈറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്സ് ഹാവിംഗ് എ മെച്യൂരിറ്റി ഓഫ് ജസ്റ്റ് 1 day. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ദേ ആർ സ്യൂട്ടബിൾ ടു ഏൺ ലിറ്റിൽ എക്സ്ട്രാ ഓൺ ഐഡിൽ മണി ലൈങ് ഇൻ ദ ബാങ്ക്. കുറച്ചധികം റിട്ടേൺസ് കിട്ടിയാലായി, അത്ര തന്നെ. പിന്നെ എന്താണ് ഇവർ പറയുന്നത്? ഇവിടെ കണ്ടോ, എമർജൻസി നീഡ്സിനും അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് പൈസ അധികം ഉണ്ട്, 1 വർഷം വരെ അത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടെ ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യം, റിട്ടേൺസും അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ സേഫ്റ്റിയും ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നാണ്. അപ്പം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ റിസ്ക്കും റിട്ടേൺസും ഒക്കെ നോക്കിയിട്ട് ഇതുവരെയുള്ള ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇത്തരം ഫണ്ട്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് ലിക്വിഡ് ഫണ്ട് ഒന്ന് സെലക്ട് ചെയ്യാം. ലിക്വിഡ് ഫണ്ടിന്റെ 1 ഇയർ റിട്ടേൺസ് നമുക്ക് മാക്സിമം റിട്ടേൺസ് എത്രയാണ് നോക്കാം. 5.34% ആണ് മാക്സിമം റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡ് ഫണ്ട് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവർ ലിക്വിഡ് ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് ലിക്വിഡ് ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്യൂട്ടബിലിറ്റി അവർ സെയിം ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ ഒരു കണ്ടോ, ലിക്വിഡ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്സ് ഹാവിംഗ് മെച്യൂരിറ്റി പീരീഡ് ഓഫ് അപ് ടു 3 months. ഓക്കെ,
എമർജൻസി നീഡ്സിനും അതുപോലെ തന്നെ പൈസ അധികം ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ ഫ്യൂ വീക്സ് അപ് ടു ഇയർ, ഒരു വർഷം വരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പണം നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ലിക്വിഡ് ഫണ്ട്സിൽ നിക്ഷേപിക്കാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്ന റിട്ടേൺസിനെക്കാളും കുറച്ചധികം അവർ തരും. ഇവിടെ ഇവർ പറഞ്ഞിട്ട് റിട്ടേൺസും സേഫ്റ്റി ഓഫ് ക്യാപിറ്റലൊന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അത് എല്ലാ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ അവർ പറയും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ റിസർച്ചിന്റെ സൈറ്റിൽ എന്താണ് അവർ പറഞ്ഞത് എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ICICI Prudential അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് ഇത് 7.21% റിട്ടേൺസ് വന്നിട്ടുണ്ട് ഒരു വർഷത്തിൽ. അപ്പം ഇവിടെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ സ്യൂട്ടബിലിറ്റി ഇവർ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവർ പറയുന്ന വേറൊരു കാര്യം, such funds are usually more suited to institutional investors. Retail investors can avoid these funds altogether എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാല്യൂ റിസർച്ചിന്റെ സൈറ്റ് പ്രകാരം അവർ നമ്മളോട് പറയുന്നത്, നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഓവർനൈറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ഇത് മൂന്നാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ലത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ അനാലിസിസ് പ്രകാരം നമ്മൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എല്ലാ ഫണ്ട്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനാണെന്ന് വിചാരിക്കരുത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അനുസരിച്ച് കുറച്ച് ഫണ്ട്സ് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാ ഫണ്ട്സും, എല്ലാ ഡെറ്റ് ഫണ്ട്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, റിസ്ക് കുറവാണ് നമ്മൾ മെയിൻലി ഇതിൽ നോക്കേണ്ടത്. അതുപോലെ തന്നെ എക്സിറ്റ് ലോഡ് കുറവുള്ള ഡെറ്റ് ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഫണ്ട്സ് എല്ലാം നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ഹൗ ടു സെലക്ട് സ്റ്റോക്ക് എന്ന വീഡിയോ സീരീസിൽ ഏതോ പാർട്ട് 3 എങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാര്യം. വാല്യൂ റിസർച്ച് സൈറ്റിൽ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളുടേതായ ഒരു അനാലിസിസ് നടത്താം. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ 20s 30s ആൾക്കാരാണെങ്കിൽ മോർ ദാൻ 3 years ഒന്നും ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഡെറ്റ് ഫണ്ട് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളുടെ ഗോൾസ് മീറ്റ് ചെയ്യാറായി തോന്നുമ്പോൾ നമ്മൾ മെല്ലെ ആ ഫണ്ട് ഒരു ഡെറ്റ് ഫണ്ടിലോട്ട് മാറ്റണം. സേഫ് ആയിട്ടുള്ള ഡെറ്റ് ഫണ്ടിലോട്ടേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 2030 വരെ, നിങ്ങളുടെ ടൈം ഹൊറൈസൺ 2030 വരെയാണ്. 2030 വരെ നിങ്ങൾ ഒരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 2029 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മെല്ലെ പണം പിൻവലിച്ച് തുടങ്ങണം. പിൻവലിച്ചിട്ട് എവിടെ ഇടണം? ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം എങ്ങാനും 2030 മാർക്കറ്റ് ക്രാഷ് ആയാലോ. ഓക്കെ, അപ്പോൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഡെറ്റ് ഫണ്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇതൊരു വെൽത്ത് ക്രിയേഷൻ ഉള്ള ഒരു ഫണ്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ഇതാണ് ലിസ്റ്റ്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 7 വളരെ സിമ്പിളാണ്. ഫസ്റ്റ് വൺ, ഡൈനാമിക് ബോണ്ട്. ഡൈനാമിക് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. എന്താണ് ഡൈനാമിക്? അതായത് ഫണ്ട് മാനേജർ ഡൈനാമിക്കലി പല ഡെറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഒന്നിലല്ല, പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. പല മെച്യൂരിറ്റി പീരീഡിലുള്ളതും പല ടൈപ്സിലുള്ള ഡെറ്റ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഡൈനാമിക് ഫണ്ട്. ഇത് റിസ്ക് കൂടിയ ഫണ്ടാണ്. അപ്പോൾ ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ബോണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും നല്ല, അതായത് ഹയസ്റ്റ് റേറ്റഡ് ബോണ്ട്സിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ബോണ്ട്സിനൊക്കെ റേറ്റ് ചെയ്യാൻ ഒരു റേറ്റിംഗ് ഏജൻസി ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്രിസിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരൊക്കെ കമ്പനി ബോണ്ട്സിനെ റേറ്റ് ചെയ്യും. എന്താണ് ഈ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് സിബിൽ സ്കോർ ഒക്കെ കിട്ടാറില്ലേ? അതൊക്കെ എന്താണ്? കടം വാങ്ങിയ പൈസ മര്യാദക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റേറ്റിംഗ് ആണത്. അത് തന്നെയാണ് ഇതും. അതായത് ബോണ്ട്സ് എന്താണ്? ബേസിക്കലി കടം വാങ്ങുന്നു അല്ലേ, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങുന്നു. അതൊക്കെ മര്യാദക്ക് കമ്പനി തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ റേറ്റിംഗ് ഏജൻസിൻ്റെ പണി. അതായത് ഹയസ്റ്റ് റേറ്റഡ് AAA ബോണ്ട്സ് അല്ലെങ്കിൽ AA ബോണ്ട്സ്, അത്തരം ഹയസ്റ്റ് റേറ്റഡ് ബോണ്ട്സിലാണ് ഇത്തരം കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് ലോ റിസ്ക് ആണ്. സ്യൂട്ടബിൾ ടു 1 to 3 years. ഓക്കെ, 1 to 3 years ഇൻവെസ്റ്റ്മെന്റ് സ്യൂട്ടബിൾ ആയിട്ടൊരു ഫണ്ടാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കും, 1 to 3 years ആണെങ്കിൽ എനിക്ക് കോർപ്പറേറ്റ് ബോണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് സെലക്ട് ചെയ്യാം. ഏത് ഞാൻ സെലക്ട് ചെയ്യും? ആ കമ്പാരിസൺ നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ്, ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്. ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് റേറ്റിംഗ് കുറഞ്ഞ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫണ്ട് മാനേജർ. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കാനേ വേണ്ട. ഓക്കെ, അത് നമുക്ക് വേണ്ട ഹൈ റിസ്ക് ഫണ്ടാണത്. നെക്സ്റ്റ്, ബാങ്കിങ് ആൻഡ് PSU ഫണ്ട്. എന്തായിരിക്കും? ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ്. അപ്പോൾ ഇതൊരു സേഫ് ഫണ്ടാണ്. ഓക്കെ, ഇത് ഒരു ലോ റിസ്ക് ആണ്. ദിസ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ടു 2 to 3 years നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഗിൽട്ട് ഫണ്ട്. ഗിൽട്ട് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റിസ്ക് ആണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പൊട്ടൂല എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ കുറേ പേര് വന്നിട്ട് പറയും മോദി ഭരിക്കുന്നത് ഗവൺമെൻറ് ഇപ്പോൾ പൊട്ടും. ഇനിയിപ്പോൾ നാളെ കോൺഗ്രസ് വെച്ചാൽ കുറേ പേര് വന്നിട്ട് പറയും അത് ഇപ്പോൾ പൊട്ടും. പക്ഷെ പൊട്ടൂല. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അങ്ങനെയൊന്നും പൊട്ടി തകരൂല, എങ്ങനെയെങ്കിലും പിടിച്ച് കയറും. അപ്പം നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഗവൺമെൻറ് ഒന്നും പൊട്ടൂല. ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലും കൂടിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടായതുകൊണ്ട് ഇത് ഒരു ലോ റിസ്ക് ഫണ്ടാണ്. ഡെഫിനറ്റ്ലി സ്യൂട്ടബിൾ ടു 2 to 3 years. ഓക്കെ, നെക്സ്റ്റ്,
ഗിൽട്ട് ഫണ്ട് വിത്ത് 10-year കോൺസ്റ്റന്റ് ഡ്യൂറേഷൻ. ഇതെന്തായിരിക്കും? ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഇവിടെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ലോക്ക് ഇൻ പീരീഡ് എത്രയാണ്? 10 കൊല്ലം. ബട്ട് 10 കൊല്ലമൊക്കെ ഗിൽട്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ ഒരു അർത്ഥമില്ല. കാരണം 10 കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇക്വിറ്റി ഫണ്ട്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് റിസ്ക് കുറഞ്ഞൊരു ഫണ്ട് വേണം, FDനേക്കാളും കുറച്ച് അധികം റിട്ടേൺ തരണം, പക്ഷേ എനിക്ക് റിസ്ക് കുറഞ്ഞ ഫണ്ട് വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ഓപ്ഷനാണ്. എത്രയോ പേര് FD ഒക്കെ 10 ഇയർ FD ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഫണ്ട് അവർക്ക് സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് ഫ്ലോട്ടർ ഫണ്ട്. ഫ്ലോട്ടർ ഫണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലോട്ടർ എന്താണ്? ഫ്ലോട്ടിംഗ് റേറ്റ് നേടിയിട്ടുണ്ടോ? അതായത് ഒരു ബോണ്ടിനൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും മിക്ക ബോണ്ട്സിനും ഉണ്ടാവും. അതായത് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, കൂപ്പൺ റേറ്റ് അല്ലേ, ബോണ്ടിൻ്റെ കേസിൽ കൂപ്പൺ റേറ്റ് ആണ്, കൂപ്പൺ റേറ്റ് പറയും. പക്ഷേ ചില ബോണ്ട്സിന് എന്താണ് റേറ്റ് മാറും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരു കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, നമ്മൾ ആ ബോണ്ട്സ് വാങ്ങുന്നു, കമ്പനി ഒരു കൂപ്പൺ റേറ്റ് പറയുന്നു. നാളെ കമ്പനി നന്നായി പെർഫോം ചെയ്താൽ കമ്പനി പറഞ്ഞു ഞാൻ കുറച്ചും കൂടി പലിശ അധികം തരാം, നിങ്ങൾ എന്നെ സഹായിച്ചതല്ലേ, കുറച്ച് പൈസ ഞാൻ അധികം തരാം. നാളെ കമ്പനി വളരെ മോശമായി പെർഫോം ചെയ്യുമ്പോൾ കമ്പനി പറയുന്നു ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ തരില്ല, ഞാൻ കുറച്ചേ തരുള്ളൂ. അങ്ങനെ അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ്, അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്, ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നാളെ കൂടുമ്പോൾ ഈ ബോണ്ടിൻ്റെ റേറ്റ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് നാളെ കുറയുമ്പോൾ ബോണ്ടിൻ്റെ റേറ്റ് കുറയുന്നു. അപ്പം ഇത്തരം ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഫ്ലോട്ടർ ഫണ്ട്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഫ്ലോട്ടർ ഫണ്ട്സ് വളരെ കുറവാണ്. കാരണം ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് തന്നെ വളരെ കുറവാണ്, അത് ഇഷ്യൂ ചെയ്യുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജർ ഇത് മിക്സഡ് ആയിട്ട് ഒരു ഫിക്സഡ് റേറ്റിലും ഫ്ലോട്ടിംഗ് റേറ്റിലൊക്കെ മിക്സഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പല ഡെറിവേറ്റീവ്സ് എടുക്കും, എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ഒക്കെ നടത്തി ഡെറിവേറ്റീവ് സ്ട്രാറ്റജി ഒക്കെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ഈ ഫ്ലോട്ടർ ഫണ്ട്സ് വളരെ കുറവാണ്. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിലെല്ലാം ചിലപ്പം എന്താണ് ലോ റേറ്റഡ് ബോണ്ട്സ് എല്ലാം ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഹൈ റിസ്ക് ആണ്. ഇവിടെ ഗുണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഫണ്ട് നന്നായി പെർഫോം ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഫണ്ട് മോശമായി പെർഫോം ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ റിസ്ക് കാറ്റഗറിയാണ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ടർ ഫണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഡെറ്റ് ഫണ്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഡെറ്റ് ഫണ്ട്സ് നിങ്ങൾക്ക് എന്തിനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ, കുറച്ചെല്ലാം ഐഡിയ എന്തായാലും കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് കുറച്ച് ഫണ്ട്സ് ഒക്കെ മനസ്സിലുണ്ടാവും, ഓക്കെ എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കണം? റിട്ടേൺസ് നോക്കണം, റിസ്ക് നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം അല്ലേ, എക്സ്പെൻസ് റേഷ്യോ നോക്കണം, എക്സിറ്റ് ലോഡ് നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അത് നമ്മൾ അടുത്ത് തന്നെ പഠിക്കും. പക്ഷേ നെക്സ്റ്റ് വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹൈബ്രിഡ് ഫണ്ട്സ്. ഹൈബ്രിഡ് ഫണ്ട്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ബിഗിനർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹൈബ്രിഡ് ഫണ്ട്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ട്സ്. ഓക്കെ, അപ്പം അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മോട്ടിവേറ്റ് ചെയ്യണം, എന്നാൽ ഞാൻ വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.